ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഒരു ആമുഖമായിട്ടൊരു ക്ലാസ്സാണ്. നമുക്ക് നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിന് ഉള്ള ഒരു ആമുഖമാണ്. 3 ഭാഗങ്ങളായാണ് ഞാനിത് പറയുന്നത്. ഒന്ന്, വിശ്വാസ പ്രമാണങ്ങൾ എങ്ങനെ സഭയിൽ ഉണ്ടായി എന്ന് ചുരുക്കത്തിലൊന്ന് പറയും. അതിനുശേഷം നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിന്റെ ദൈവശാസ്ത്ര പശ്ചാത്തലം പറയും. അതിനുശേഷം നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിലെ പ്രധാനപ്പെട്ട വിശ്വാസ സത്യങ്ങൾ ഏതാണെന്ന് പറയും. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഈ വിശ്വാസ സത്യങ്ങൾ ഓരോന്നായിട്ടാണ് ഓരോ ക്ലാസ് ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. ആമുഖമായ ഒരു ക്ലാസ് ആണ് ഇത്. സഭയിൽ എങ്ങനെയാണ് വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇത് ആദ്യം തന്നെ വിശ്വാസ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ സംഗ്രഹങ്ങൾ വിശ്വാസികൾ ഏറ്റുപറയുന്നതിനെയാണ് നമ്മൾ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ സംഗ്രഹമാണ്. വിശ്വാസ പ്രമാണങ്ങളെ വിശ്വാസ സംഹിതകൾ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. സഭയുടെ ആരംഭകാലം മുതൽ തന്നെ വിശ്വാസം ഹ്രസ്വങ്ങളായ പ്രസ്താവനകളിലൂടെ പ്രകടിപ്പിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് മാമോദീസാർത്ഥികൾക്ക് വേണ്ടിയാണ്, ജ്ഞാനസ്നാനാർത്ഥികൾക്ക് വേണ്ടിയാണ് വിശ്വാസ സംഗ്രഹങ്ങൾ സഭയിൽ രൂപപ്പെട്ടത്. ഈ മാമോദീസ സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ അർത്ഥികൾ അടിസ്ഥാന വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറയുക പതിവായി. വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ഇപ്രകാരമുള്ള ചില അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ, സത്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി, ഈശോ മിശിഹായാണ് എന്നതൊരു അടിസ്ഥാന വിശ്വാസ പ്രഖ്യാപനമാണ്, വിശ്വാസ പ്രഘോഷണമാണ്. ഈശോ മിശിഹായാണ്. പഴയ നിയമ ജനത പ്രത്യാശയോടെ കാത്തിരുന്ന മിശിഹ, ക്രിസ്തു, ഈ മിശിഹ അഥവാ ക്രിസ്തു ഈശോ ആണെന്ന് അപ്പോസ്തലന്മാർ പ്രഘോഷിച്ച സത്യം, അതൊരു വിശ്വാസ പ്രഘോഷണമായി ആദിമസഭയിൽ നിലനിന്നിരുന്നതാണ്, ഏറ്റുപറഞ്ഞിരുന്നതാണ്. ആദിമ ക്രൈസ്തവരുടെ മറ്റൊരു വിശ്വാസ പ്രഘോഷണമാണ് ഈശോ കർത്താവാണെന്ന വിശ്വാസ പ്രഘോഷണം. ഇപ്പോൾ കർത്താവാണ് എന്ന് ഏറ്റുപറയുന്നത് വഴിയായി ഈശോ ദൈവമാണെന്ന സത്യം ആദിമ ക്രിസ്ത്യാനികൾ ഏറ്റുപറയുകയായി. അപ്പോൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ, പ്രഘോഷണങ്ങൾ ആദിമസഭയുടെ കാലം മുതൽ തന്നെ ഉള്ള കാര്യമാണ്. അത് ചെറിയ പ്രസ്താവനകളിലൂടെ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് മാമോദീസ സ്വീകരണത്തിന് മുൻപായി അർത്ഥികൾ വിശ്വാസം ഏറ്റുപറഞ്ഞിരുന്നു. പിന്നീട് സഭയുടെ ചരിത്രത്തിൽ വിശ്വാസം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടപ്പോൾ, അബദ്ധ പ്രബോധനങ്ങൾ ഉണ്ടായപ്പോൾ സത്യവിശ്വാസം നിർവചിച്ച് പഠിപ്പിക്കേണ്ടത് ആവശ്യമായിട്ട് വന്നു. ഇങ്ങനെയാണ് സഭയിലെ ആദ്യകാല സാർവത്രിക സൂനഹദോസുകൾ വിശ്വാസ സത്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന, തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്യുന്ന നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം, ആ വാക്കിൽ തന്നെ, പേരിൽ തന്നെ വ്യക്തമാക്കുന്നത് പോലെ നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസുകളുടെ കൗൺസിലുകളുടെ പഠനത്തിന്റെ വെളിച്ചത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന വിശ്വാസ പ്രമാണമാണ്. അപ്പോൾ വിശ്വാസ പ്രമാണങ്ങൾ സഭയിൽ പ്രമാണങ്ങളായി വലിയ ഒരു ഫോർമുലയായി ഉരുത്തിരിഞ്ഞു വന്നത് കാലഘട്ടങ്ങളിലൂടെയാണെങ്കിലും അടിസ്ഥാന വിശ്വാസ സത്യങ്ങൾ സഭയുടെ ആരംഭകാലത്തിൽ തന്നെ ഉണ്ടായി. ഇനി നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് സഭയിലുള്ള 2 പ്രധാനപ്പെട്ട വിശ്വാസ പ്രമാണം ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായും നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ 2 എക്യുമെനിക്കൽ കൗൺസിലുകളുടെ, സാർവത്രിക സൂനഹദോസുകളുടെ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന, അവിടെ പ്രഘോഷിക്കപ്പെട്ട, പറയപ്പെട്ട വിശ്വാസ പ്രമാണം തന്നെയാണ്. രണ്ടാമത്തേത് അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. ഇത് അപ്പസ്തോലന്മാർ എഴുതിയതൊന്നുമല്ല, പക്ഷെ അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തിന്റെ സംഗ്രഹം ഇതിലുണ്ട് എന്നൊരു ചിന്തയാണ് ഈ പേര് വരാനുള്ള കാരണം. റോമൻ സഭയിലെ മാമോദീസ വേളയിൽ ഈ വിശ്വാസ പ്രമാണം ഉപയോഗിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നുണ്ട്. എന്തായാലും ഈ വിശ്വാസ പ്രമാണവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ കത്തോലിക്ക സഭയിലെ ഏറ്റവും 2 പ്രധാനപ്പെട്ട വിശ്വാസ പ്രമാണങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ, ഒന്ന്
ഒന്നാമത്തേത് തീർച്ചയായും നിക്ക കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണമാണ്. രണ്ടാമത്തേത് അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന വിശ്വാസ പ്രമാണം. നമ്മൾ ജപമാലയൊക്കെ ചൊല്ലുമ്പോൾ പലപ്പോഴും ഈ അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണമാണ് ആരംഭത്തിൽ ചൊല്ലാറുള്ളത്. ഇതുകൂടാതെ വിവിധ വിശ്വാസ പ്രമാണങ്ങൾ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. അത്തനേഷ്യസിന്റെ വിശ്വാസ പ്രമാണം എന്ന പേരിൽ അറിയപ്പെടുന്ന വിശ്വാസ പ്രമാണം, പിന്നീടുണ്ടായ ചില സൂനഹദോസുകളുടെ പേരുകളിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളുണ്ട്. തൊളേദോ വിശ്വാസ പ്രമാണം, ലാറ്ററൻ വിശ്വാസ പ്രമാണം, ലിയോൺസ് വിശ്വാസ പ്രമാണം, ത്രന്തോസ് കൗൺസിലിന്റെ വിശ്വാസ പ്രമാണം തുടങ്ങിയ വിശ്വാസ പ്രമാണങ്ങൾ, 6-ാം പോൾ മാർപ്പാപ്പയുടെ വിശ്വാസ പ്രമാണം, ഇങ്ങനെ വിവിധ രീതികളിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ സഭയിലുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട 2 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിക്ക കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണവും അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണവും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഭിമന്യ തട്ടിൽ പിതാവ്, നമ്മുടെ സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ അഭിമന്യ തട്ടിൽ പിതാവ് സൂചിപ്പിച്ചതുപോലെ എല്ലാ മുഖ്യധാരാ സഭകളും അംഗീകരിച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണം അത് നിക്ക കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണമാണ്. തീർച്ചയായും അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമുണ്ട്. കത്തോലിക്ക സഭ മാത്രമല്ല, മറ്റ് സഭാ സമൂഹങ്ങൾ അംഗീകരിക്കുന്ന വിശ്വാസ പ്രമാണം. ഇനി അല്പസമയം നമ്മൾ ഈ നിക്ക കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിന്റെ ചരിത്ര പശ്ചാത്തലം പറയാൻ ആഗ്രഹിക്കുകയാണ്.